സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യർ, നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் കാശേട്ടാ, ഇങ്ങേര് ഇതെവിടെ പോയി? അല്ലെങ്കിലും വല്ല നല്ല കാര്യം പറയാൻ വരുമ്പോൾ ഇങ്ങനെ മുമ്പേ നിന്ന് വന്ന് നിൽക്കത്തില്ലല്ലോ. കാശേട്ടാ. ഓ വന്നോ? സമയം 6:30. കോളേജ് കഴിയുന്ന 4:30. 5 മണിക്ക് കറക്റ്റ് വീട്ടിൽ കയറുന്നവനാ. ഇന്ന് ലേറ്റായി. ഇത് എവിടെ പോയതാന്ന് എനിക്കറിയണം. ഡാ, നീ ഇന്ന് എവിടെ പോയിരിക്കായിരുന്നു? സമയം 6:30 ആയി. ഇത്ര നേരം നീ എവിടെയായിരുന്നു? സത്യം പറയടാ, നിനക്ക് നീ കോളേജിൽ തന്നെയാണോ പോണ? അതോ നിനക്ക് വേറെ വല്ല ബിസിനസ്സും ഉണ്ടോ? നീ സത്യം പറ. നീ കിച്ചുവല്ലോ? ഓ, ഞാൻ വന്നു കയറില്ല, അതിനിടയ്ക്ക് തുടങ്ങി. ഈ വീട്ടിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഞാൻ സ്നേഹിക്കണവനെ തന്നെയാ. ഇങ്ങേരെ അങ്ങനെ ഞാൻ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ എപ്പോഴും വിഷം കൊടുത്തു കൊന്നേനെ. അല്ല, ഞാൻ കിച്ചുവിൻ്റെ അച്ഛൻ ശിവപ്രസാദ്. എന്താ വല്ല സംശയം ഉണ്ടോ? അങ്ങോട്ട് മാറിയില്ലടോ അങ്ങോട്ട്. കുറേ ദിവസമായി അയാളുടെ കിച്ചു അയ്യോ കിച്ചു അല്ലല്ലോ എന്നും പറഞ്ഞോളൂ മണത്ത് പിറകെ കിടക്കുന്നു. മാറങ്ങോട്ട്, അത്യാവശ്യ കാര്യത്തിൽ നിൽക്കുമ്പോഴാണ്. മതിയായല്ലോ നിനക്ക്. എന്തിനാടാ വെറുതെ അവൻ്റെ വായിരിക്കുന്ന കേൾക്കുന്ന ദിവസവും? എന്നും ഇപ്പം നിനക്ക് ഇതോ പരിപാടി. ഞാൻ എന്നും കാണുന്നതാ. വെറുതെ അവൻ്റെ വായിരിക്കുന്ന കേൾക്കുന്നത്. ഇന്നവന് എന്താണോ അതോ പറ്റിയത്, ദേഷ്യം തെറിച്ച് വരാനായിട്ട്. വെറുതെ അവൻ്റെ വായി പോയി കൈയിട്ട് കുത്തി അവൻ്റെ വായിരിക്കുന്ന കേൾക്കാണ്ട് എവിടെയെങ്കിലും പോയി അടങ്ങി ഇരുന്നൂടാക്കില്ലേ നിനക്ക്? ഓ, അല്ലെങ്കിലും ഞാൻ അവന്റെ വായിരിക്കുന്ന കേൾക്കുന്നതാണല്ലോ പ്രശ്നം, അല്ലാതെ അവൻ കാണിക്കുന്നതല്ലോ. 4:30 കോളേജ് കഴിയുന്നവൻ 5:30 ആയിട്ട് വീട്ടിൽ വരാത്തപ്പോൾ നിങ്ങൾ ആരും തിരക്കാറില്ലല്ലോ. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടുതലാണ്. മാറങ്ങോട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്തെടുത്തയക്കുന്നത്. എവിടെ പോയവൻ? കിച്ചു. അവനോട് പറയാൻ പോയാൽ നിന്റെ തടയ്ക്ക് വേണം ആദ്യം കൊട്ടു തരാനായിട്ട്. എടാ, അവൻ ഈ വാശിയുടെ കാര്യത്തിൽ വാസുദേവ അങ്കിളിന്റെ അതേ സ്വഭാവമാണ്. അവൻ പോയി വാച്ചോട്ടെ കിച്ചുവിന്റെ കയ്യിൽ നിന്ന്. കിച്ചു ഇപ്പൊ ദേഷ്യത്തിന്റെ കാര്യത്തില് അച്ഛനെക്കാളും മുമ്പേ. അവന്റെ യോഗ ഇതൊക്കെ. അതിന് നീ ഇനി തടയാൻ നോക്കിയിട്ട് അവൻ പിറകോട്ട് വരും നീ വിചാരിക്കണ്ട. ഇവിടെ സ്വഭാവം അറിയാലോ. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നീ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് പോയിട്ട് തീവണ്ടി കയറി അട്ടയെ പോലെ ഇപ്പൊ തിരിച്ചു വരും, എന്തോ പറ്റിയതുപോലെ, ഒന്നും മിണ്ടാതെ. അതവന്റെ നല്ല പണിയിട്ടിട്ട് വരുന്ന വരക്കുവാ. ഇന്നെന്തായാലും കിച്ചു നല്ല ദേഷ്യത്തില, വാങ്ങിച്ചു കൂട്ടിക്കോളും. നീ വാ. ഓ, ഇപ്പോക്കാണ് എനിക്കൊരു മെന്റലും വരും. എന്നാലും ആരായിരിക്കാം നീലക്കണ്ണി നെല്ലിക്കോലി. ഓ, എന്ത് സന്തോഷമായിരുന്നു അവളോട് സംസാരിച്ചപ്പോ. മനുഷ്യന്റെ മൂക്ക് വരെ അടഞ്ഞു. അങ്ങേര് കാരണം ഇന്ന് മുഴുവൻ എനിക്ക് കരച്ചിലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ വീട് മുഴുവൻ നോക്കി. അറ്റ്ലാസ്റ്റ് വിചാരിച്ചു റൂമിൽ തന്നെ കാണുന്നത്. അതും ഇതുവരെ വന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. ഓ ഇല്ല, ആദമൊന്നും ഇതുവരെ വന്നില്ല. എന്താ കാര്യം? ഇത്ര സന്തോഷിച്ച് ഓടിച്ചു വരാൻ മാത്രം? ഓ പൊട്ടം മണ്ണൂസേ, ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നീയും ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. അമ്മാതിരി ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നീ കേട്ടോ? ഓ, ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. ഇല്ലടാ ഇല്ല. നീ പറ. നീ ആരാന്ന് ഇന്നത്തോടെ ഞാൻ അറിയും. പണ്ട് നിന്റെ അച്ഛന് കഞ്ഞി വെച്ച് എന്റെ അച്ഛനാന്ന് നീ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇന്ന് നിനക്ക് കഞ്ഞി വെക്കാൻ പോകുന്നത് ഞാനാ. പറയടാ പുല്ലേ. ഓ, എൻ്റെ അച്ചു, ഇവിടെ ഒന്നും ആരുമില്ല.
അല്ലെങ്കിൽ തന്നെ നമ്മുടെ റൂമിൻ്റെ ബാക്കിയത്തൊന്നും ഇരിക്കുമല്ലേ എല്ലാവരുടെയും പണി. അവരൊക്കെ അവരുടേതായ ലോകത്താണ്. നീ കാര്യം പറ, ടെൻഷൻ അടിപ്പിക്കാതെ. എന്താ? അച്ചുവാ? എനിക്ക് തോന്നിയായിരിക്കും. ഓക്കെ ഫൈൻ, പറയാം. നമ്മുടെ അച്ഛനെ കൊന്നത് ആദമല്ല. വിത്ത് പ്രൂഫ് എനിക്ക് കിട്ടിയിരിക്കുക. അവരുടെ കോളേജിൽ നിന്ന് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി ആദം വന്ന് അതായത് 3 വർഷം മുമ്പ് ആദമും PGക്ക് പഠിക്കുന്ന ടൈം, ആദമും ഇന്ദ്രിയും ഒരേ കോളേജിലാണ് പഠിച്ചത്. ആ ടൈമിൽ ആദം കോളേജിൽ നിന്ന് UK സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് പ്രൂഫ് എനിക്ക് കിട്ടിയിരിക്കുക. അതുകൊണ്ട് ആദമല്ല അത് ചെയ്തതെന്ന് തെളിഞ്ഞിരിക്കുക. ഇനി നിനക്ക് ആദമിനെ സ്നേഹിക്കോ, കിടക്കോ, ഉമ്മ വയ്ക്കോ, എന്ത് വേണോ കാണിക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ കയറാൻ വരില്ല. യെസ്, ഓഫ് കോഴ്സ്. ഞാൻ നിന്നോട് പറഞ്ഞെന്തായിരുന്നു, അവനാണോ അല്ലേ എന്ന് അറിയണം. എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവൻ തന്നെയാണെന്ന്. ബിക്കോസ് ആ തോക്കിൻ്റെ ലൈസൻസ് എല്ലാം ആദമിൻ്റെ പേരിലായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ വിത്ത് പ്രൂഫ് അവനല്ലാന്ന് ഞാൻ തെളിയിച്ച് തന്നിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടിയ കാശിയേട്ടാ, നിൻ്റെ പ്രണയത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ആദം ഈസ് ഫ്രീ നൗ. എന്ത് വേണോ പോയി കാണിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അന്ന് പ്രപ്പോസ് ചെയ്തതിന് ഒന്നും പറയാതെ ഇറങ്ങിയല്ലേ വന്നത്. പോയി ഓക്കെ പറഞ്ഞു, കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവനുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കും മനുഷ്യ. നീ ഇതെന്തൊക്കെയാ അച്ചു പറയുന്നേ? എടാ, അതൊന്നും ഇനി നടക്കത്തില്ല. അപ്പൊ അതുമല്ലേ ഇതൊന്നും ചെയ്തേ? ഇങ്ങേരെക്കോട്ടെ. അതല്ലേ കാശിയേട്ടാ ഞാൻ പറഞ്ഞ. അല്ല, ഞാൻ എന്താ പറഞ്ഞേ, അവനായിരുന്നു ലിസ്റ്റിൽ 1ാമത് ആണല്ലോ. 2ാമത് അതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്തുമായിരുന്നു പറഞ്ഞത്, അവനാണെന്ന് തെളിയിക്കണം. അവനാണോ അല്ലേന്ന് അറിയണം. അവനാണോ അല്ലേന്ന് അറിഞ്ഞിട്ട് എന്ത് വേണോ ആയിക്കോളാം ഞാൻ പറഞ്ഞല്ലേ. നിങ്ങൾ ഇത്ര ഞെട്ടാൻ മാത്രം എന്താ അതൊന്നും ഇനി നടക്കാത്തേ? അതിന് മാത്രം നിങ്ങളെന്താ ചെയ്തേ? നിങ്ങളൊന്നും മിണ്ടാ ഇറങ്ങിയതെന്നല്ലേ പറഞ്ഞേ? അതോ നിങ്ങളിനി നിങ്ങളെ ഈ കക്കൂസുമായിട്ട് വല്ലതും പറഞ്ഞോ? പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. ആ ഇന്ദ്രിയനെ വെച്ച് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞു. അവൻ എന്നെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞപ്പോൾ ഫ്രസ്ട്രേഷനും ദേഷ്യവും എന്റെ സിറ്റുവേഷൻ അതൊക്കെ ആയിരുന്നു. നീയും എന്നെ കുറ്റപ്പെടുത്തും. പക്ഷെ അച്ഛനല്ലേടാ നമുക്ക് വലുത്. എനിക്കറിഞ്ഞൂടാ, ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു സെക്സിന് വേണ്ടിയാ. പക്ഷെ അത് നടന്നില്ല. അച്ചു, ഞാൻ പേടിച്ചിട്ടാണ് നിന്നോട് അന്ന് പറയാത്ത. നീ എന്നോട് പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞടാ. നന്നായി. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എടുത്ത് ചാടരുതെന്ന്. അനുഭവിച്ചോ? ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞേ, എനിക്ക് ഡൗട്ട് ഉണ്ട് ആദമാണോ എന്ന്. കാരണം എന്താ, എൻ്റെ സിറ്റുവേഷൻ അതാ. എനിക്ക് കൂടെ ഉള്ള ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. ശരിയാ, അച്ഛൻ തന്നെയാ വലുത്. അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത് ആരും. പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങളടുത്ത് ഇതൊക്കെ ചാടിക്കയറി പറയാൻ ആരാ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. എല്ലാം ഫോൺ ചോദിച്ചിട്ട് നിന്ന് മോങ്ങുന്നുണ്ടല്ലേ. എന്നാ കാശിയേട്ടാ നിങ്ങൾക്ക് ഇനി പക്വത വരുന്നേ? നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തല്ലേടാ. പറ്റിപ്പോയി. എനിക്കറിഞ്ഞൂടാ. അപ്പോഴത്തെ ഫ്രസ്ട്രേഷന് ഞാൻ വിളിച്ച് പറഞ്ഞതെല്ലാം. അവനെ കാണുമ്പോഴൊക്കെ അച്ഛനെ ഓർമ്മ വരുന്നേ. ഞാൻ ഇതുവരെ അത് അവനോടൊന്നും മിണ്ടാത്ത പോലും. പലപ്പോഴും ജലസ് അടിക്കുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. പല സിറ്റുവേഷനിൽ അവൻ അവോയ്ഡ് ചെയ്യുമ്പോൾ ഭ്രാന്തെടുക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ ലവ് ഹിം. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. അവനെ അച്ഛനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് അച്ഛനാ വലുത്. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിൽ വിളിച്ച് പറഞ്ഞതാണ് അന്ന്. എങ്ങനെയൊക്കെ ഇനി അവനെങ്ങനെ കൺവീൻസ് ചെയ്യുന്നു, അവനോടെങ്ങനെ സംസാരിക്കുന്നു ഒന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അവൻ എന്റെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെ അച്ചു. ഒരുപാട് ദൂരെ. നോക്ക് കാശിയേട്ടാ, വെറുതെ കിച്ചു പോലെ സെൻസിറ്റീവ് ഇമോഷണലും ആവരുത്. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. നോക്ക്, നീ എൻ്റെ ചേട്ടനാ. നിനക്ക് എന്ത് വന്നാലും അവിടെ ഈ അച്ചു ആണ്. നിങ്ങൾ മാരീഡ് 2 പേരാ. നിങ്ങളുടെ ഇടയിൽ 3ാമനായിട്ട് ഞാൻ കയറുന്നത് ശരിയല്ല. അതുകൊണ്ട് പറയാം, ആദ്യം നീ സംസാരിക്കേ. എന്നിട്ട് ഓക്കെ ആയില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം ആദമിനോട്. ഓക്കെ? നീ കരയാതെ നീ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക്. ശരിയാ, നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, നിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നീ കാണിച്ചത് എടുത്തുചാട്ടം തന്നെയാണ്. ആദമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നീ അപ്പം പറഞ്ഞ വാക്കുകളൊക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് പോവാൻ ടൈം എടുക്കും.
അതുകൊണ്ട് നീ ശ്രമിക്കും. എന്നിട്ട് നീയായിട്ട് തന്നെ എന്നോട് വന്ന് പറ, അച്ചു നീ ഇടപെടണം, എന്നാലേ ഇത് ശരിയാവൂ എന്ന് പറയുന്ന ടൈമിൽ ഞാൻ വരും നിനക്ക് വേണ്ടി. എന്തിനും ഞാൻ കാണും നിൻ്റെ അടുത്ത്. പോരെ? ഇല്ല അച്ചു, ഞാൻ പറഞ്ഞ അതൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവനെ അത്രയ്ക്ക് ഹേർട്ട് ചെയ്തു. തല്ലോ കൊല്ലുമൊക്കെ ചെയ്താലും മറക്കാൻ പറ്റും. വാക്കുകളോട് മുറിവുപെടുത്തിയ അത് പൊറുക്കാൻ ഒരുപാട് സമയമെടുക്കും. അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ലടാ അച്ചു. ഓ എൻ്റെ പൊന്നു കാശിയുടെ തുടക്കമേ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. നമ്മുടെ ഭാഗത്ത മിസ്റ്റേക്ക്. ഒന്നി നമ്മളത് അവനോട് ഓപ്പണായിട്ട് തുറന്ന് ചോദിക്കണമായിരുന്നു. അവൻ ന്യായം പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം അതായിരിക്കും. അല്ല, ആദ്യം പറയുന്ന കാര്യം അതായിരിക്കും. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് നീ ആദ്യം അത് എന്നോട് ചോദിക്കണം, എന്നിട്ടത് ക്ലിയർ ചെയ്യണം എന്നവൻ പറയും. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കൂടുതൽ. അതുകൊണ്ട് നീ ആദ്യം സംസാരിക്കാം അവനോട്. സംസാരിക്കുക, എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു, എനിക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നെല്ലാം പറഞ്ഞ് നോക്ക്, കൺവിൻസ് ചെയ്യാൻ നോക്ക്. അതിനുശേഷം ഒട്ടും അതമ്മ് ഇതാവുന്നില്ല എങ്കിൽ മാത്രം അച്ചു ഇതിലിടപെടും. അത് നീ പറഞ്ഞാൽ മാത്രം. അല്ലാതെ നീ ഇപ്പോഴേ ഇല്ല അച്ചു, അങ്ങനെയൊന്നും ഇല്ല അച്ചു, അവൻ ഒന്നും കേൾക്കത്തില്ല അച്ചു എന്ന് പറഞ്ഞ് കരയാണ്ട് നീ ഓക്കെ ആയിട്ടിരിക്കും. ആദ്യം വരുമ്പോൾ ആദ്യമിനോട് സംസാരിക്കുക കേട്ടോ. എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് ആദ്യം എന്തായാലും വരാൻ രാത്രിയാവും. അതുകൊണ്ട് നീ ഒന്ന് ഓക്കെ ആവുക. അപ്പോഴത്തേക്കും പോയി ഫ്രഷായി ഓക്കെ ആയിട്ടിരിക്കുക. അപ്പോഴത്തേനും ആദ്യം വരും. എന്നിട്ട് സമാധാനമായിട്ട് സംസാരിക്കുക. വഴക്കുണ്ടാക്കാൻ പോവരുത്. ഇല്ല, പോകില്ല. ഞാൻ സംസാരിച്ചിട്ട് ശരിയല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയും. നീ വരണേ അച്ചു, കേട്ടോ? വരൂടാ ചേട്ടാ, നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നേ, അല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? അപ്പോൾ പിന്നെ ഞാൻ വരാതിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഉറപ്പായിട്ടും വരും. എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ കൊണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ ഈ അച്ചു കണ്ടിരിക്കും. നീ പോയി ഫ്രഷാവും, ചെല്ല്, ഫ്രഷായി റെഡിയാവും. ഒന്നുമില്ല, അവൻ വരുമ്പോൾ സംസാരിക്കാം, കാര്യം പറയാം, പറയേണ്ട രീതിയിൽ പറയാം കേട്ടോ. ഞാൻ പോട്ടെ. അച്ചു കാശ് ഇത്ര നേരം വിളിച്ച കഷ്ടൂന്നാ, അല്ലാതെ കിച്ചുന്ന് ഒരു വിളി പോലും അവൻ വിളിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചുവിനെ കമ്പയർ ചെയ്ത് സംസാരിക്കുകയും കൂടെ ചെയ്തു. ഉറപ്പാ ഇത് അച്ചു തന്നെയാ. കാശിയുടെയും ആദമിന്റെ ഇടയിൽ എന്താ ഇഷ്യൂ? ഓ, അച്ഛനെ കൊന്നത് ശിവാമനെ കൊന്നത് ആദമെന്നോ? എന്തൊക്കെ വീട്ടിൽ നടക്കുന്നേ? ഓ, എന്താണ് പെട്ടെന്ന് ഫിദ മേമനും ഇബ്രാഹിം സാറിന് എന്നെ കാണണമെന്ന് തോന്നിയത്? അല്ല ഫിദ മാം ഇവിടുന്ന് എന്തൊക്കെയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഏതൊക്കെ ന്യൂസ് പൊട്ടിക്കുമെന്നോ ഏതൊക്കെ ലഡു പൊട്ടിക്കുമെന്നൊക്കെ. എന്നിട്ട് ഇതുവരെ അതൊന്നും പുറത്തു വന്ന് ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നും പലതും മാം പറയുന്നുണ്ടായിരുന്നു. ഈ പോക്കാണെങ്കിൽ മാമിന് എന്റെ ഇച്ഛായനെ കിട്ടിയത് തന്നെ. അതെ മോനെ, പാൽക്കുപ്പി നീ ആ കുപ്പിപ്പാല് കുടിച്ച് തീർന്നതേ ഉള്ളൂ. അതിന്റെ ദഹനക്കേടും എരിച്ചിലും ഒക്കെ നീ കാണിക്കുന്നത്. ആ വീട്ടിൽ നിന്നിട്ട് നിന്റെ ഇച്ഛായന്റെ മാരേജ് ലൈഫ് എങ്ങനെയാന്ന് പോലും നിനക്കറിയത്തില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അവനെ കണ്ട് സംസാരിച്ച് എനിക്കറിയാം ആദമിന്റെ കുടുംബജീവിതം എങ്ങനെയാണെന്നും അവനെ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കണമെന്നൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പൊ ഇങ്ങനൊരു മീറ്റിംഗ്, പിന്നെ ആ ബോംബ് പൊട്ടിക്കാത്ത കാര്യം, രണ്ടും പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങനൊരു മീറ്റിംഗ് വാപ്പച്ചിയുടെ നിർബന്ധം കൊണ്ടാ. വാപ്പയ്ക്ക് എന്തോ പറയണമെന്ന് തോന്നി, ആ സാന്നിധ്യത്തിൽ ഞാനും ഇവിടെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, ഞാനിന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നു. പിന്നെ ബോംബ് പൊട്ടിക്കാത്തതിന്റെ കാര്യം, അതിന് തക്കതായ തെളിവുകളില്ലാതെ ഞാൻ ആ ന്യൂസ് ഇറക്കി കഴിഞ്ഞാൽ അത് എന്റെ ചാനലിന് തന്നെ ദോഷം ചെയ്യുന്നത്. പിന്നെ എന്റെ ഇക്കാക്ക എന്നോട് പറഞ്ഞായിരുന്നു, ഒരുപാട് റിക്വസ്റ്റും ചെയ്തു ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യരുതെന്ന്. എന്നിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇറക്കാന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് വിചാരിച്ചത് വേറെ ഏതെങ്കിലും ചാനൽ അതിന്റെ പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്ന, അതും ഇന്ദിര ഗ്രൂപ്പ്സിനെ പോലെ ഒരു വലിയ ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് കൊണ്ടുവരുമ്പോൾ ഞാൻ പെടും. എൻ്റെ ജീവിതമാർഗം എന്ന് പറയുന്നത് ചാനലാണല്ലോ, അപ്പം അതും തകിടം മറിയും. സോ ഞാൻ എന്നെ തന്നെ വെച്ചൊരു ഗെയിമിന്, ഐ മീൻ എൻ്റെ ജീവിതമാർഗം വെച്ചൊരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇറക്കാത്തത്. പക്ഷെ അതിനെതിരെ ഒരു പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനത് ഇറക്കും. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പിന്നെ അത് ഇറക്കി നിങ്ങളെ കൊണ്ട് കളിപ്പിക്കാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇറക്കും എന്നെങ്കിലും, അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മോൻ ഇത്ര ദിവസമായി വീട്ടിൽ പോയിട്ട് വല്ലതും നടന്നോ? ഇല്ലല്ലോ, ഓൾമോസ്റ്റ് 1 month ആവാറായി. അത് വെച്ച് നോക്കുമ്പോൾ ഐ ആം ദി ബെറ്റർ. ഞാൻ ഈ ഗെയിമിൽ നിന്നെക്കാൾ ബെറ്ററാ. ഇപ്പോ
എൻ്റെ ലക്ഷ്യം ആദമും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആദമും കാശി തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം വരെ ഞാൻ മനസ്സിലാക്കി. ഓക്കെ, I like your attitude. Actually, ഇബ്രാഹിം സാർ, നിങ്ങളുടെ മോളുടെ സ്വഭാവം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അത് ഫിദ മാമിനെ ഇച്ഛായനെ അറിയാത്തോണ്ടാണ്. ഞാൻ ആ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നല്ലേ ഫിദ മാം ചോദിച്ചത്. പഠിക്കുമായിരുന്നു. കാളിദാസ് ശിവപ്രസാദ് എന്ന എൻ്റെ ഏരിയയുടെ മാറ്റങ്ങളെ കുറിച്ച് അവ ഒരുപാട് മാറി. പഴയ കാളിദാസ് അല്ലത്. അവന്റെ ചേട്ടൻ അങ്കിതിന്റെ അടുത്തെത്തും ഇപ്പൊ അവനും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും അത് ശ്രദ്ധിച്ചും കണ്ടും തന്നെ ചെയ്യണം. അതാ ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതിനാൽ മാളത്തിൽ തന്നെ പതുങ്ങിക്കിടന്നത്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ശത്രു ഞാൻ മാത്രമല്ല. ആ വീട്ടിൽ ചെന്ന അതാ അവസ്ഥ. ആ വീട്ടിലുള്ളവരെ നശിപ്പിക്കാനായിട്ട് പുതിയ വില്ലൻ കൂടെ ഇറങ്ങിയിരിക്കുക. ഇബ്രാഹിം സാറിന് അറിയായിരിക്കും, വാസുദേവ ശങ്കർ, ബോംബെയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ബിസിനസ് മാൻ. പക്ഷേ അത് ഇല്ലീഗലാണെന്നേ ഉള്ളൂ. ലീഗലായിട്ടുള്ള ഒരു ബിസിനസ്സും അങ്കിള് ചെയ്യാറില്ല. അങ്കിളിന്റെ മൂത്ത മകൻ അർജുൻ വാസുദേവ് ശങ്കർ, അതായത് അഖിൽ വാസുദേവ് ശങ്കറിന്റെ ചേട്ടൻ, ഇപ്പൊ വീട്ടിലുണ്ട്. അങ്ങേരുടെ ഉദ്ദേശം ഇന്ദ്രജിത്ത്. അത് എന്തിനാ ഏതിനാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഏകദേശം ഒരു പിടിയുണ്ട്. അങ്ങേരുടെ ഉദ്ദേശം ഇന്ദ്രജിത്ത് മാത്രമാണ് ആ വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഇന്ദ്രജിത്തിനെ നശിപ്പിക്കണമെന്ന ഫിദ മാമിന്റെ തീരുമാനം നടക്കാൻ പോകുന്നില്ല. അങ്ങേരൊരു കഴുകനെ പോലെ ഇന്ദ്രജിത്തിനെ പറയുന്നുണ്ട്. ഇന്ദ്രജിത്തിന് വല്ലതും പറ്റിയ അങ്ങേര് പ്രതികരിക്കും. അതിന്റെ കാരണം വേറൊന്നുമല്ല, ബ്രദർഹുഡ്, സഹോദര സ്നേഹം. സ്വന്തം അനിയനേക്കാൾ ഇന്ദ്രജിത്തിന് അങ്ങേർക്ക് പണ്ടേ ഇഷ്ടമാണ്. അത് ഞാനും ശ്രദ്ധിച്ച കാര്യം തന്നെയാ. അതുകൊണ്ട് തന്നെ ഇന്ദ്രജിത്തിന് വല്ലതും പറ്റിയിട്ട് ഇന്ദിര ഗ്രൂപ്പ്സിനെ പിടിച്ചെടുക്കാന്നുള്ള മോഹം ബാപ്പായും മോളും ഒന്നും മറന്നേക്കും. അത് നടക്കത്തില്ല. ഇത് പറയാൻ ഞാനും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നപ്പോഴേ ഇബ്രാഹിം സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ആക്ച്വലി എനിക്കും ഇത് വന്ന് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അർജുൻ വാസുദേവ ശങ്കറിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന മറ്റൊരു അസുരനാത്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു സൈലന്റ് കില്ലറും ആവാം. പിന്നെ ആദം സക്രിയ ജോൺ. ഇച്ഛായന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം, സക്രിയ ജോൺ എന്ന എൻ്റെ അപ്പനെ കുറിച്ച് ഇബ്രാഹിം സാറിന് അറിയായിരിക്കും. അപ്പനെ കൊന്ന ആരാന്ന് ഇതുവരെ എനിക്ക് പറയാനും പറ്റിയിട്ടില്ല, കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. കാരണം അപ്പൻ്റെത് വെറും ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് അന്ന് പുറത്തു വന്നത്. പക്ഷെ അത് വെറും ഒരു ആക്സിഡൻ്റ് അല്ലാന്ന് അന്നേ എൻ്റെ ഇച്ഛായൻ ആദം സക്രിയ ജോൺ പറഞ്ഞതാണ്. പുറമേ നോക്കുമ്പോൾ എൻ്റെ ഇച്ഛായൻ ഒരു പ്രൊഫസറാണ്. കോളേജിൽ 4 പിള്ളേരെ 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാന്യൻ. കോട്ട് സൂട്ടും ധരിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പക്ക മാന്യൻ അച്ചായൻ. അത്രയേ ഉള്ളൂ. പക്ഷെ അതല്ല എൻ്റെ ഇച്ഛായൻ. ഞാൻ കണ്ട എൻ്റെ വേറൊരു ഇച്ഛായനുണ്ട്. അങ്ങേരിന്നും സ്വന്തം അപ്പനെ കൊന്നവൻ്റെ പിറകെ തന്നെയാണ്. അതാരാന്ന് കണ്ടുപിടിച്ചെന്നാണ് എൻ്റെ ഒരു ഊഹം. പക്ഷേ എൻ്റെ ഇച്ഛായൻ അയാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല. അതൊന്നും ഇച്ഛായൻ ആരോടും പറയാത്തില്ല. എന്തിന് കൂടെ നടക്കുന്ന ബെസ്റ്റ് ഫ്രണ്ടിന് പോലും ഇതൊന്നും അറിയത്തില്ല. വർഷങ്ങളായി അപ്പനെ കൊന്നവന്റെ പറയാന്ന് പോലും. പിന്നെ ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല, കാശിനാഥിനെ എന്റെ ഇച്ഛായന് ഭയങ്കര ഇഷ്ടാഫിതാണ്. ഇഷ്ടാന്ന് പറഞ്ഞാൽ വെറും ഇഷ്ടമല്ല, ഒരുതരം ഭ്രാന്ത്. അവനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ഇച്ഛായൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവന് അവന് വിഷമാവാതിരിക്കാൻ ഇച്ഛായൻ മാക്സിമം ശ്രമിക്കും. അതിന് ഇച്ഛായൻ എന്തും കാണിച്ചു കൂട്ടും. അതുകൊണ്ട് ഫിദ മാം ഈ പറഞ്ഞതൊക്കെ അങ്ങ് മറക്കുന്നതായിരിക്കും നല്ലത് ഇച്ഛായന്റെ കാര്യത്തിൽ. ഇവിടെ ഞാൻ നിങ്ങളുടെ ശത്രുക്കളെ പൊക്കി പറഞ്ഞതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. വ്യക്തമായ കാര്യം നിങ്ങളെ ബോധിപ്പിച്ചെന്ന് മാത്രം. ഇവിടെ 2 പേർക്ക് 2 ലക്ഷ്യങ്ങളാ. ഒരാൾക്ക് ഇന്ദിര ഗ്രൂപ്പ്സ് കിട്ടിയ ശിവ ഗ്രൂപ്പ്സ് കിട്ടുമെന്നുള്ള അതിമോഹം ഇബ്രാഹിം സാറിന്. സാറേ, ശിവ ഗ്രൂപ്പ്സ് കിട്ടണമെങ്കിൽ അങ്കിത് ചാവണം. അതിന് ഇന്ദിര ഗ്രൂപ്പ്സ് കിട്ടി കയ്യിലിരുന്നിട്ട് ശിവ ഗ്രൂപ്പ്സ് കിട്ടുമെന്നുള്ള സാറിന്റെ അതിമോഹം അത് വേണ്ട. അന്ന് സാർ ഇത് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടാത്തത് സാർ പതിയെ അറിയൂന്ന് വിചാരിച്ചു. പക്ഷേ ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഇച്ഛായനെ ഫിദ മാമിനെ അറിയില്ല. അതറിയും ഒരു ദിവസം. അന്ന് ഒരുപാട് വൈകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നും. പിന്നെ എൻ്റെ ലക്ഷ്യം കാളിദാസ്. കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് കഴുത്തറക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അപ്പച്ചൻ ഒരു പാവമായിരുന്നു. അങ്ങേരെ എനിക്കും എൻ്റെ 2 ഇച്ഛായന്മാർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങേരെ കൊന്ന ആരാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
എന്റെ ഇച്ഛായന്മാരുടെ കൂടെ അങ്ങേരെ കൊല്ലാനായിട്ട് ഞാനും നിൽക്കും. പക്ഷേ ശത്രുക്കളെന്നും എനിക്ക് ശത്രുക്കളെ തന്നെയാ. എന്റെ അപ്പച്ചൻ പണ്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശത്രുവിനെ ഒരിക്കലും മിത്രമാക്കരുതെന്ന്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ സക്രിയ ജോണിന്റെയും ദേവശങ്കറിന്റെയും കഠിനാധ്വാനമാണ് ഇന്ദിര ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതിന്റെ അവരുടെ കുടുംബത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്റെ ശത്രുവാ നിങ്ങൾ. എന്നിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കാളിദാസിനെ കിട്ടാൻ വേണ്ടി മാത്രമാ. അതവനെ സ്നേഹിച്ച് പുന്നരിക്കാനൊന്നും അല്ല, കൊല്ലാൻ, ഒന്ന് കൊല വിളിക്കാൻ. അത് വേറൊന്നിനുമല്ല, ഞാൻ സഹിച്ച അപമാനം എന്താന്ന് അവനെ അറിയിക്കണം. അറിയിച്ചിട്ട് വേണം കൊന്നു കൊല വിളിക്കാൻ. അതിനു വേണ്ടിയിട്ട് മാത്രമാ ഞാൻ ഫിദ മാമിനോട് ചോദിച്ചത് ആ ന്യൂസ് എന്താ ഇറക്കാത്തേന്ന്. അത് ഇറക്കി കഴിഞ്ഞാ കാളിദാസ് വിറയ്ക്കും. ഇപ്പൊ നിൽക്കുന്ന അവന്റെ ഉശിരും ശൗര്യവും ഒക്കെ അങ്ങ് കുറയും. പഴയ അപ്പാവി കാളിദാസാവും. അതെനിക്ക് കാണണമായിരുന്നു. പിന്നെ മാമിന്റെ നിലനിൽപ്പ് പ്രശ്നമാണല്ലോ അല്ലേ? ശരിയാ, പ്രൂഫില്ല. അപ്പോ എന്താ ഇബ്രാഹിം സാർ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ, നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തമായ സത്യം തന്നെയാണ്. പിന്നെ സക്രിയ ജോണിന്റെ കൊലപാതകിയെ നിന്റെ ചേട്ടൻ, അതായത് നിന്റെ ഇച്ഛായൻ കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ അവന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. തെറ്റ് ചെയ്തവൻ ഒരിക്കലും എവിടെയും മറഞ്ഞിരിക്കാൻ പാടില്ലല്ലോ ആൽബിൻ. നിന്റെ നീക്കങ്ങൾ എവിടെയായെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്, അല്ലാതെ വേറൊന്നിനുമല്ല. ശരി എന്നാ. എന്റെ രൂപം വെച്ച് അവനത് ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോ എന്റെ നീക്കങ്ങൾ പതുക്കെ ആയാലും ഞാൻ മുമ്പോട്ട് നീങ്ങുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്യും. അതിന് കണ്ണടച്ച് കൂടെ നിൽക്കാൻ ഞാൻ കാണുമെന്ന് മുമ്പേ പറഞ്ഞതാ. അപ്പൊ ഫിദ മാമിന് എന്റെ ഇച്ഛാനെ കിട്ടട്ടെ, ഞാൻ ആശീർവദിക്കുന്നു. ഓക്കെ, കിട്ടിക്കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് അതൊരു കുരിശായിട്ട് തോന്നാതിരുന്നാ മതി. ഞാൻ മനസ്സിലാക്കി എടുത്തോ, കാശിക്ക് പോലും അറിയില്ല എന്റെ ഇച്ഛാന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്. അത് ഏകദേശം ഫിദ മാമിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇറങ്ങുക. ഇനിയും താമസിച്ച വീട്ടിൽ അന്വേഷിക്കും. ശരി എന്നാ. നമുക്ക് പണിയാവോ? ഐ തിങ്ക് സോ. പുഴുവിനെ കണ്ടി കളയാൻ ഒരു ചെറിയ കമ്പ് പോലെ മോളെ. നോക്കാം എവിടം വരെ പോകുന്നു. അപ്പൊ അത് അച്ചുവായിരുന്നോ? അപ്പൊ എന്നോട് ഫ്ലേർട്ട് ചെയ്തതും ഇങ്ങനെയൊക്കെ സംസാരിച്ചതെല്ലാം അച്ചുവായിരുന്നോ? എന്റെ അമ്മയെ, എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കണം. നീ എന്റെ ചെവിയുടെ കുഴപ്പമൊന്നുമല്ലല്ലോ അവ അച്ചു എന്ന് വിളിച്ചത്? അല്ല, അച്ചു എന്നെ വിളിച്ചത്. എന്നാൽ അതങ്ങനെ വരെ ഒരു ചാൻസും ഇല്ല. ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ പൊട്ടന്മാരാണോ? തുടക്കം തൊട്ട് എനിക്ക് ഡൗട്ട് തോന്നിയതാ. അപ്പൊ അത് അച്ചു തന്നെ ആണോ? എന്റെ ദൈവം, ഈ പൊക്കാണിക്ക് എനിക്ക് പൊട്ട. എന്തൊക്കെ വന്നാലും അവന്റെ വായി തന്നെ അത് കേൾക്കണം. അത് ഇമ്മി തന്നെ അവനായിട്ട് തന്നെ അത് പറയും. ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. നോക്കിക്കോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് അച്ചുവാണെന്ന് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിച്ചിട്ടേ ഇനി ആ ഗില്ലിന് സമാധാനമുള്ളൂ. അതിനി എന്തൊക്കെ വന്നിട്ടായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കിച്ചു നിക്ക്, ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ ഇതെങ്ങോട്ടാ ഞാൻ പറയുന്നത് കേൾക്കാതെ പോകുന്നേ? കിച്ചു, എനിക്ക് നിന്നോട് സംസാരിക്കണം, അത് മനസ്സ് തുറന്ന്. അല്ലാണ്ട് ഇതിപ്പോ എത്ര ദിവസമായെന്നാ നിന്നെ ഒരുത്തനെ കരുതിയിട്ടാ ഞാൻ ഓഫീസിൽ പോലും പോവാതെ ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ഈ പിണക്കം മാറ്റാനായിട്ട്, നിന്നെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നീ എനിക്കൊന്നും മുഖം പോലും തരുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത കഷ്ടം വെക്കിച്ചു. എത്രയും പെട്ടെന്ന് പരനാറി അനിയൻ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പെടും. അതിന് വല്ലതും കണ്ടുപിടിച്ചാലേ അവനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഒരു ഉപകാരമില്ലല്ലോ. എനിക്കിവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അതിനും പറ്റത്തില്ല. എൻ്റെ ക്ഷമയാണെങ്കിൽ എന്നെ സമ്മതിക്കുന്നുമില്ലല്ലോ. ഇന്ദ്ര, നമുക്ക് പിന്നോട് സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കാൻ മൂടില്ല. നീ പോ, ഞാൻ ഉറങ്ങാൻ പോവാം. അതെന്താ കിച്ചു അങ്ങനെ? നീ എന്റെ റൂമിലല്ലേ കിടക്കണ്ടേ? നീ എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ അന്ന് തൊട്ട് മാറിയാ കിടക്കുന്നത്. ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് ഇപ്പൊ വേറെ ആരെക്കാളും നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ?
അവോയ്ഡ് ചെയ്യുന്നത് സഹിക്കാൻ പറ്റാത്ത കിച്ചു. ഞാൻ എന്ത് എന്റെ കാലി വീടില്ലേ കിച്ചു? ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി എന്താ ഞാൻ ചാവണോ? ചാവാൻ ഞാൻ എല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ നീ എന്താ മാറാത്തെ? ഇപ്പൊ നീ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട്ടില്. യവനെ അങ്ങ് കൊന്നാലോ? ഓ വേണ്ട, അവൻ ഇന്ദിര ഇന്ദിര എന്ന് പറഞ്ഞ് നാമം ജപിച്ചുകൊണ്ട് നടക്കില്ലേ. അതെ, വേദനിപ്പിക്കുന്നുണ്ടെങ്കിലേ കാര്യം ഉണ്ടായിട്ടാ. താൻ അത്രയ്ക്ക് എന്നോട് കാണിച്ചല്ലോ. താൻ എന്നെ റേപ്പ് ചെയ്തില്ലടോ. അതിനേക്കാളും വലിയ തെറ്റൊന്നുമല്ല താൻ ഇപ്പം കടന്ന് സഹിച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ പിറകെ കുറച്ചുകൂടെ നടക്ക്. അങ്ങനെ ഒരു കോപ്പില മാറാ അങ്ങോട്ട്. റേപ്പ് ചെയ്തില്ലേ ഇതിനൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞല്ലേ കിച്ചു? വീണ്ടും വീണ്ടും നീ അത് പറഞ്ഞൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കണ്ട. എന്താ നിന്റെ പ്രശ്നം? എന്നോട് ജീവിക്കണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പോവാം. ഡിവോഴ്സ് തന്നിട്ട് നീ അതും ചെയ്യുന്നില്ല. എന്നാ എന്നോടൊന്ന് നേരെ സംസാരിക്കാൻ പോകുന്നില്ല. എന്താ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണോ നിന്റെ പ്ലാൻ? അതേടാ മൈരേ, ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ഇരിക്കും, നീ ഇങ്ങനെ ഊമ്പിക്കൊണ്ട് എൻ്റെ പുറകെ നടക്കും. ഇപ്പൊ ഉണ്ടാക്കും. നിനക്ക് പ്രശ്നം എന്താന്ന് വെച്ചാൽ പോയി ചേടാ മൈരേ, മോറ കൂട്ടും. ഇങ്ങനെ വിട്ട പറ്റത്തില്ല. സംസാരിച്ച ഇപ്പൊ ഓവറായിട്ട് കയറി പോവാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഇത് കിച്ചു ആയിരുന്നെങ്കിൽ ഇതിനോടകം ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് 16 ഉമ്മവും കൊടുത്ത് അവരെ തോളിലും കയറി നടന്നേനെ. ഇത് അച്ചു തന്നെയാ. എടാ മോനെ അങ്കിത് ശിവപ്രസാദേ, നിന്റെ കളി ഇനി ഈ അഖിലിന്റെ അടുത്ത് നടക്കത്തില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ വരുന്നടാ, ഞാനാ നിന്റെ കാലൻ. അത് നീ ഓർത്തു വെച്ചോ. എല്ലാരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് നീ വിചാരിച്ചല്ലേ? എൻ്റെ അമ്മേ, രക്ഷപ്പെട്ട്. ആ കാലമാടനങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ. ഒരനിയന് വേണ്ടി എന്തൊക്കെ സഹിക്കണം. സാക്രിഫൈസോട് സാക്രിഫൈസ്. അയ്യോ, ഇത് നേരത്താണോ ഈ ഓഞ്ഞ ബുദ്ധി എനിക്ക് തോന്നിയത്? അനുഭവിച്ചല്ലേ പറ്റൂ. നമ്മുടെ ആവശ്യമായി പോയില്ലേ. ഇനി അധികം എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റൂല. അവ ഇപ്പൊ വന്ന് ഓവറായിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും എല്ലാ കോപ്പും കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതെനിക്ക് പണിയാവും, ഉറപ്പാ. ഇവരെ കിട്ടിയതൊന്നും മതിയായില്ലേ. ഒരു 4 തെറിയൂടെ വിളിക്കാം, അതാകുമ്പോൾ വരത്തില്ല. ഇതാ വരുന്നടാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് അവൻ്റെ അമ്മേനെ കെട്ടിക്കാനായിട്ട്. എന്താടാ പുല്ല നിനക്ക് എന്താ? എന്തിനാ ഈ ഡോർ കിടന്ന് കൊട്ടുന്നേ? അതോ, എനിക്ക് ശിവപ്രസാദ് അങ്കിളുടെ നടുക്കത്ത മകൻ അങ്കിത് ശിവപ്രസാദിനോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വന്ന് കൊട്ടിയത്. എന്താ അങ്കിതേ, നിനക്ക് എന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലേ? അങ്ങനെ പറയില്ലേ. ഒന്നുമില്ലെങ്കിലും എപ്പോഴും നീ എന്നെ പിടിച്ച് ഫ്ലേർട്ട് ചെയ്യുന്നല്ലേ? എന്താ, നമുക്ക് സംസാരിച്ചാലോ? അങ്കിതോ? ഏതെങ്കിത്? നിനക്കത്തെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? 24 മണിക്കൂറും നീ കിച്ചു അല്ലല്ലോ എന്ന് പറഞ്ഞ് തല പിറകെ നടന്ന് പോരാനായിട്ട് ഇപ്പം നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഇപ്പം എന്താ അവിടെ നിന്ന് നോക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. വീരശൂര പരാക്രമിയായ അങ്കിതിന് ടെൻഷനൊക്കെ ഉണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. അത് ഇന്ദ്രയല്ലേ അവിടെ നോക്കുന്നേ? അവൻ നോക്കുന്നതിന് എന്താ? നീ എന്തിനാ അവനെ കാണുമ്പോ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്താ അവന്റെ എന്തെങ്കിലും കിച്ചു ഒളിപ്പിക്കുന്നുണ്ടോ? ഒളിപ്പിക്കുന്നതിന് ഇവിടെ നിന്ന് അവനെ ഒഴിവാക്കാനും പറ്റില്ല. ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്ദ്ര എന്തായാലും കണ്ടുപിടിക്കും. രണ്ടും എനിക്ക് തന്നെ പണി. എന്തി തൽക്കാലം നമുക്ക് അകത്ത് കയറി സംസാരിക്കാം. വാ. നീ എന്റെ ക്ഷമയുടെ അങ്ങേയറ്റം പരീക്ഷിക്കാക്കിച്ചു. അങ്ങേയറ്റം. എന്നോട് നീ ഇങ്ങനെ സംസാരിക്കുന്നില്ല. എന്നോട് നീ ഇത്ര ഹാപ്പി അല്ല. എൻ്റെ അടുത്ത് നീ ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യുന്നില്ല. എല്ലാ അഗിയുടെ അടുത്താ. വൈ? എന്തിട്ട്? എന്തുകൊണ്ട്? ഇവിടെ നിന്ന് കഴിഞ്ഞാ എന്റെ സമനില തെറ്റും. ശരിയാവത്തില്ല. എന്നാലും എന്തായിരിക്കും റൂമിനകത്ത് അവര് ചെയ്യുന്നേ? ഞാൻ ഇവിടെ നിന്ന് എനിക്ക് വല്ല ഭ്രാന്തു ആവും. ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നേ നല്ലത്. എന്റെ കൈ കിട്ടുന്നിന്നെ. സമാധാനം. മുമ്പ് വേറൊരു കുരിശല്ലേ. എന്താ അഗിയേട്ടനെ അറിയാനുള്ള? ചോദിക്ക്.
ഓ അയ്യോ, നീ അഗിയേട്ടനൊന്നും വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നീ സാധാരണ എല്ലാരും തെറിയൊക്കെയല്ലേ വിളിക്കാറ്, അതുപോലെ തന്നെ എന്തെങ്കിലും വിളിച്ചാൽ മതി. എന്റെ മുമ്പ് കൂടുതൽ നിന്ന് അഭിനയിക്കില്ല അങ്കിതേ. നീ എന്നെ തല്ലൂന്നോ അല്ലെങ്കിൽ നീ എന്തേ ചെയ്ത പോലെ എന്നെ ചെയ്യുമെന്നോ എന്നും ഒരു പേടി എനിക്കില്ല. ബിക്കോസ് ഇവിടെ എന്റെ ഭാഗത്താ ന്യായം. എനിവേ, കാണിക്കും നിന്റെ അഭിനയങ്ങളൊക്കെ തുടരട്ടെ. എന്തിനാ അങ്കി നീ ഇങ്ങനെ കിടന്ന് നാടകം കളിക്കുന്നേ? ഇങ്ങനെ ആൾമാറാട്ടം കളിച്ച് ഇവിടെ ഷോറക്കാൻ മാത്രം ഇവിടെ എന്താ? എല്ലാരെയും പറ്റിച്ചിട്ട് നിനക്കൊക്കെ എന്താ നേടാനുള്ളത്? എന്താ നിന്റെ അച്ഛനെ കൊന്ന ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ അവന്റെ പേരിൽ കയറിയതാണോ? ഓ, ഇവരെല്ലാം കണ്ടുപിടിച്ച് അഭിനയിച്ചേ പറ്റൂ. അക്കിയേട്ട ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? അക്കിയേട്ട വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ, എനിക്ക് പേടിയാവുക. അച്ചു, can you please stop this fucking drama? ഒന്ന് നിർത്തോ നിന്റെ ഈ അഭിനയം. നിന്റെ ഈ നാടകം കുറെ ഞാൻ കണ്ടതാ ഈ 1.5 മാസം കൊണ്ട്. ഇനി എനിക്കത് കാണാൻ വയ്യ, അതുകൊണ്ടാ പറയുന്നേ. അഗിയേട്ടാ, ഓ ഇപ്പൊ അങ്ങനെ ആയല്ലേ? എന്നെ ഉപദ്രവിച്ചവർ നിങ്ങളാരും ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഓ അങ്ങനെയല്ലല്ലോ, ഇങ്ങേരല്ലേ എന്നെ രക്ഷിച്ചത്. ഓ കണ്ടില്ലല്ലോ. ഇപ്പം ഞാൻ മാറിയപ്പോൾ കുറ്റം. ഹനി എന്നോട് ചെയ്ത ദ്രോഹമൊന്നും വലിയ കുറ്റമല്ലായിരുന്നല്ലോ. ഏറ്റിരിക്കണേ. അല്ലെങ്കിൽ എന്നെ ആർക്കും വേണ്ടല്ലോ. എന്നെ സ്വത്തിന് വേണ്ടിയല്ല എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ, എനിക്കറിയാം. ഓ, ഒന്നും കേൾക്കാത്തോണ്ട് അറ്റകൈ പ്രയോഗം നടക്കില്ല മോനെ അച്ചു. നീയും കാശിയും കൂടെ സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടതാ. എന്താ നിനക്ക് മാത്രം ഒളിഞ്ഞിന്ന് കേൾക്കാൻ പറ്റത്തുള്ളൂ നീ വിചാരിച്ചോ? നിന്റെ അച്ഛനെ കൊന്നു ആരാന്ന് കണ്ടുപിടിക്കാനല്ലേ നീ ഇവിടെ വന്നത്? അതിനല്ലേ ഈ ഉള്ള റൂമുകൾ മുഴുവൻ നീ പോയി ഒളിഞ്ഞിന്ന് കേൾക്കുന്നത്. അവൻ നിന്നെ അച്ചു എന്ന് നാഴിക്ക് 40 തൊട്ട് വിടാതെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടേനാ നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ മുമ്പ് നിന്റെ ഈ അഭിനയം നടക്കത്തില്ല. അതൊക്കെ കേട്ടോ. അതാവ അങ്ങനെയാ. അവൻ അച്ചുവിനെ മിസ് ചെയ്യുമ്പം അവൻ എന്നെ അച്ചു എന്ന് വിളിക്കുന്നത്. അതെന്റെ കുറ്റമാണോ? ഞങ്ങളുടെ ഇടയിലുള്ള സീക്രട്സ് ഒക്കെ തനിക്ക് അറിയത്തില്ലല്ലോ. പിന്നെ അഗിയേട്ടൻ സംസാരിക്കാൻ വരണ്ട. അഗിയേട്ടൻ എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഞാനാണോ ഹേർട്ട് ചെയ്യുന്നേ? നീയല്ലേ ഇവിടെ ഉള്ള ഓരോരുത്തരെയും പറ്റിച്ച് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇപ്പൊ നിന്നെ ജീവനെ തൊട്ട് സ്നേഹിക്കുന്ന ഇന്ദ്രയെ പോലും നിന്നെയല്ല, നിന്റെ അനിയനെ. അവന് ഇതിനൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ടല്ലോ. കിച്ചുയെ കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇമാതിരി ഒരു കള്ള ചീപ്പ് പ്ലേക്ക് വേണ്ടി വല്ല ചോദിക്കണെങ്കിൽ മുഖത്തോട്ട് ചോദിച്ചാ പോരെ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അഗിയേട്ടന് എന്നെ സംശയമാണല്ലേ? അതെന്താ അഗിയേട്ടാ, അഗിയേട്ടന് എന്നെ മാത്രം ഇത്ര സംശയം? എന്റെ ദൈവമേ, ഇനി അവനെങ്ങാനും കിച്ചു ആയിരുന്നായിരിക്കോ? ഓ, വെറുതെ ഇരുന്നവനെ പ്രൊവോക്ക് ചെയ്തല്ലോ. തുടങ്ങി അവൻ പുറത്ത കയ്യിൽ തന്നെ ഉപ്പ് വയ്ക്കാൻ തുടങ്ങി. ഓ, ഇനി അവനെ പിടിച്ചേ കിട്ടൂല. സംശയം ഉണ്ടെങ്കിൽ അത് മുഖത്തോക്കി ചോദിക്കണമെന്നാ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്താ ചോദിച്ചതിനിപ്പോ എന്താ തെറ്റ്? അത് നീ ഇനി കിച്ചു ആണെങ്കിലും അച്ചു ആണെങ്കിലും ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കും. ഓ, എന്നിട്ട് ഞാൻ ആരാന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോ? പറ, കണ്ടുപിടിച്ചോ? അത് അതിനല്ലേ ഞാൻ കുറെ നേരമായല്ലോ, പറ. നീ എന്തിനാ ചിരിക്കുന്നേ? ഞാനോ? ഞാൻ ചിരിച്ചോ? ഞാൻ ചിരിച്ചോ അഗിയേട്ടാ? ഇങ്ങനെ നടന്ന് പേടിക്കാതെ പറ, ഞാൻ ചിരിച്ചോ? നീ കിച്ചു, നീ കിച്ചുവോ? ഞാൻ സമ്മതിച്ചു, പോരെ, മാറ്. ഓ, ഇത്ര പെട്ടെന്ന് ഞാൻ കിച്ചുവായോ? ഇത്രയും നേരം ഞാൻ അച്ചു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്താ പെട്ടെന്ന് മാറ്റി പറയാൻ കാരണം? അത് ഇങ്ങനെ ബബ്ബ അടിക്കാതെ പെട്ടെന്ന് പറയാ. അത്
കിച്ചു സോറി അഗി. നീ കിച്ചു ഓവറാ. നീ ഇപ്പൊ എന്താ ചെയ്തെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇന്ദിര അറിഞ്ഞ ഇന്ദിര അറിഞ്ഞ എന്താ കുഴപ്പം? നീയല്ലേ എൻ്റെ കൺട്രോൾ കളയാനായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കരുതെന്ന്. അല്ല ചെയ്തിട്ട് എന്നിട്ട് നീ എന്തിനാ എന്നെ തിരിച്ച് കിസ് ചെയ്തേ? അപ്പം എന്താ ഇന്ദിര അറിഞ്ഞ കുഴപ്പമില്ലായിരുന്നോ? കിച്ചു നീ നോൺസെൻസ് പറയുന്നത് നിർത്തുവോ? എന്റെ കയ്യിൽ നിന്ന് പോയതാ, അല്ലാതെ മനഃപൂർവ്വം അല്ല. അവന്റെ ഹസ്ബൻഡാ കിച്ചു. ഓ കിച്ചു ഇന്ദ്ര, കിച്ചു ഇന്ദ്ര, കിച്ചു ഇന്ദ്ര. അച്ചു എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നീ വിളിക്ക്, അല്ലെങ്കിൽ അങ്കി തന്ന്. അല്ലാതെ വെറുതെ കിച്ചു കിച്ചു എന്ന് വിളിക്കണ്ട. നീ ഇതെന്തൊക്കെ പറയുന്നേ? അപ്പൊ നീ കിച്ചു അല്ലേ? കിച്ചുവിന് ഇന്ദ്രിയ മറന്ന് നിന്നെ ഇങ്ങനെ കിസ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ നീ ചോദിച്ചതിൻ്റെ മറുപടി. ഞാൻ അച്ചുവാ, അങ്കിത് ശിവപ്രസാദ്. Can I kiss you again? അല്ല നിനക്കെന്താ ഭ്രാന്താണോ? വേണ്ട. നിന്നോട് അനുവാദം ചോദിച്ചതല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. നോക്കഗി, എനിക്കറിയാം നിനക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും എന്നോട് ചോദിക്കാൻ. പക്ഷേ ഫസ്റ്റ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിന് റിപ്ലൈ തന്നിട്ട് നിനക്ക് എന്നോട് എന്ത് വേണോ ചോദിക്കാം. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരും. എന്താ ചോദിക്കേ? ഓക്കെ ഫൈൻ, ലിസൺ. എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ കള്ളാവും. നീ ആവരുതേന്ന് പ്രാർത്ഥിച്ച ഞാൻ ചോദിക്കുന്നത്. 3 വർഷം മുമ്പ്, അതായത് 2020 മെയ് 20 ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ്ഡ്, അതായത് റാങ്കിങ് പൊസിഷനിൽ 10ാം പൊസിഷൻ വരെ നിൽക്കുന്ന കമ്പനീസിൻ്റെ ഒരു മീറ്റിംഗ് നടന്നായിരുന്നു. അതിന് ഇന്ദിര ഗ്രൂപ്പ്സിനെ റെക്കമെൻഡ് ചെയ്തും കൊണ്ട് നീയായിരുന്നു പോയത്. നീ ആയിരുന്നു പോയതെന്നല്ല, നീ തന്നെയാണ് പോയത്. അന്ന് ഞാൻ MBBS സെക്കൻഡ് ഇയർ. എനിക്കറിയേണ്ടത് നീ അന്ന് ആ മീറ്റിങ്ങിന് എത്തിയിട്ടില്ല. അപ്പം നീ എങ്ങോട്ടാണ് പോയേ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ആ മീറ്റിങ്ങിൻ്റെ ഫുട്ടേജ് ടെലിവിഷനിൽ, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന എല്ലാ ഫുട്ടേജ്, അത് മാത്രമല്ലാണ്ട് അത് നടന്ന ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് എല്ലാം ഞാൻ എടുത്തു. അതിലൊന്നിലും നീയും ഇല്ല, ആസിമും ഇല്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? മെയ് 20 അന്നല്ലേ ശിവാങ്കിള് മരിച്ചത്? നീ ശിവാങ്കിളെ കൊന്ന ആരാന്നറിയാൻ വേണ്ടി അതിൻ്റെ പുറകെ നടക്കുവാണോ? ഓക്കെ, എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിന്നോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയേണ്ട കാര്യമില്ല. ശരിയാ, സ്വന്തം അച്ഛനെ കൊന്ന ആരാന്ന് കണ്ടുപിടിക്കേണ്ടത് നിന്റെ കടമ തന്നെയാണ്.
എനിവേ, അന്ന് ഞാനും ആസിയും ആ മീറ്റിങ്ങിന് പോയിട്ടില്ല. ദേവച്ചൻ തന്നെയാ മീറ്റിങ്ങിന് പോയത്. കാരണം വേറൊന്നുമല്ല, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. നിനക്കെന്നല്ല, ഈ വീട്ടിൽ വേറെ ആർക്കും അറിയാത്തത്. അതെല്ലാം ആസിക്ക് മാത്രമേ അറിയാവൂ. എൻ്റെ അച്ഛൻ എൻ്റെ തന്ത അവിടെ വരുന്നെന്ന് അറിഞ്ഞിട്ട്, അറിഞ്ഞിട്ടെന്നല്ല, അറിയാണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ദേവച്ചൻ അന്ന് ഒരു ബിസിനസ് ട്രിപ്പിലായിരുന്നു കേരളയിൽ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആസിയുടെ കൂടെ ഒരുമിച്ച് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാനും ആസിയും ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഹൈദരാബാദ് ബോർഡർ കടക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അറിഞ്ഞു അവിടെ വാസുദേവ ശങ്കറും ഇബ്രാഹിമും വന്നിട്ടുണ്ടെന്ന്. അപ്പം തന്നെ അവനും മടിച്ചു, ഞാനും മടിച്ചു. ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. എൻ്റെ പേരിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെയായിരുന്നു ഞാനും അവൻ 2 ദിവസം. ദേവച്ചൻ തിരക്കിയാലോ എന്ന് വിചാരിച്ച് തല കാണിച്ചില്ല. അവനും അവൻ്റെ വാപ്പായെ പേടിച്ച് പുറത്തിറങ്ങിയില്ല. 2 ദിവസം ഞങ്ങൾ രണ്ടുപേരും അവിടെ കിടന്നു. 3ൻ്റെ അന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാ, ഞങ്ങൾ വഴിയിൽ പെട്ടുപോയി എന്നൊക്കെ 5-6 കള്ളമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അല്ലാണ്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിനും പോയിട്ടില്ല, മുംബൈയിൽ ഞങ്ങൾ കാലും കുത്തിയിട്ടില്ല. ഞങ്ങൾ ഹൈദരാബാദിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ നീ കണ്ടുപിടിച്ചതിൽ ഞാനാണ് കൊലപാതകി എന്നങ്ങനെ അറിഞ്ഞോ? സമാധാനായി. അപ്പോൾ ഈ സക്രിയ ജോൺ ഇവിടെ ആയിരുന്നു? സ്വന്തം അച്ഛൻ്റെ മരണം മാത്രമേ ഓർമ്മ ഉള്ളല്ലേ? അതേ ദിവസം തന്നെയാ, മെയ് 20-ാം തീയതി ജോണച്ചൻ മരിക്കുന്നത്. നിനക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. കാരണം നിന്റെ അച്ഛൻ മരിച്ചതുപോലെ ആയിരുന്നില്ല ജോണച്ചൻ്റെ മരണം. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ആദ്യം ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് എന്തോ സ്റ്റഡി ട്രിപ്പായിട്ട് പോയതായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവൻ അതുപോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് അവന് തിരിച്ചു വരേണ്ടി വന്നു. അതൊന്നും എന്നെ കൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ആരൊക്കെ മറന്നാലും. എന്താ നിന്റെ ലിസ്റ്റിൽ ഞാനില്ലാണ്ട് ഇനി ആദമും ചക്രി പപ്പയും എല്ലാവരും ഉണ്ടോ? അതെ, ഇയാൾ പറഞ്ഞു പറഞ്ഞ് കാടൊന്നും കയറണ്ട. സ്വാർത്ഥം തന്നെയാണ്. സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥം തന്നെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അവർക്ക് താങ്ങും തണലുമായിട്ട് അവർ പോലും അറിയാണ്ട് ഞാൻ നിന്നിട്ടേ ഉള്ളൂ ഇന്നേ വരെ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് റാമേട്ടനാ അവർക്കെല്ലാം. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതെന്നും അഗിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് കിച്ചുവിനും മാത്രം അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛൻ്റെ പാസ്റ്റിൽ. അത് കാരണം ഒരു നിഴൽ പോലെയാണ് എൻ്റെ ഫാമിലിയെ എന്നും അപകടം പിന്തുടരുന്നത്. അതറിയോ അഗിക്ക്? പിന്നെ സംശയത്തിൻ്റെ കാര്യം. അതെ, എൻ്റെ സംശയത്തിൻ്റെ ഫസ്റ്റ്, അതായത് ലിസ്റ്റിൽ 1-ാമത് നീയായിരുന്നു. അത് നീ അല്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. നീയല്ലെന്നറിഞ്ഞ സ്ഥിതിക്ക് സമാധാനമായി. പിന്നെ സക്രിയ ജോൺ, ആദമിൻ്റെ പപ്പ, പുള്ളിക്കാരനും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ മരണം ഓർമ്മയില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വാർത്ഥനാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അനിയൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, ഇതാ എൻ്റെ ലോകം. ഇതൊരിക്കലും ആരെക്കൊണ്ടും വെട്ടിത്തുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് നീ എന്നല്ല, എല്ലാവരുടെയും കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥത തന്നെയാണ്. അതുപോട്ടെ, എനിക്ക് ചോദിക്കാനുള്ളതിനൊക്കെ ഇനി നിനക്ക് മറുപടി പറയാമല്ലോ. നീ എന്തിനാ കിച്ചുവാന്നും പറഞ്ഞ് ഇവിടെ കയറിയേ? എന്താ നിന്റെ അച്ഛനെ കൊന്നാളെ കണ്ടുപിടിക്കാനാണോ? അതോ വേറെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എല്ലാം പോട്ടെ, കിച്ചു ഇവിടെ. അവനെ എന്തിനാ നീ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം നീ ഇന്ദ്രയെ നേരെയാക്കണോ? അതും ഇന്ദ്രയുടെ കൂടെ? ഇന്ദ്ര ഒരിക്കലും കണ്ടുപിടിക്കൂലെന്നാണ് നിന്റെ വിചാരം? ഞാൻ കണ്ടുപിടിച്ച പോലെ അവന് ഒരുപാട് ഡൗട്ടുകൾ കാണും. ഇത് നീയാണോ അല്ലെങ്കിൽ കിച്ചു ആണോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പിടിച്ചാണ്ടല്ലോ. ഇന്ദ്രയെ നിനക്ക് അറിയത്തില്ല. അവന് കഴിവില്ലാത്തോണ്ടല്ല അവൻ അന്ന് നീ അത്ര അടിയടിച്ച് പവൻ കിടന്ന് കൊണ്ടത്. അവൻ തെറ്റ് ചെയ്തെന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ടാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. അത് നീ മറക്കരുത് അച്ചു. ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഇന്ദ്രയെക്കുറിച്ച് അഗിക്ക് എന്തറിയാം? ഇന്ദ്രയുടെ ലൈഫിൽ എന്താ നടന്നതെന്നറിയോ? പോട്ടെ, ഇന്ദ്രയുടെ പാസ്റ്റ് എന്താണെന്നറിയോ? പോട്ടെ, ഇന്ദ്രയ്ക്ക് എന്തെങ്കിലും ട്രാജഡി നടന്നതായിട്ടറിയോ? ഇല്ലല്ലോ. എന്നാ ഇവിടെ നിന്ന് ഈ 1 മാസം കൊണ്ട് അവൻ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്നും അവൻ എന്തോ മോശമായൊരു പാസ്റ്റ് ഉണ്ടെന്നും ഞാൻ കണ്ടുപിടിച്ചു. സ്വന്തം അനിയനാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയാൻ എളുപ്പമാക്കി. പക്ഷേ അനിയനെ മനസ്സിലാക്കാൻ നീയൊക്കെ ഒരുപാട് പിറകില. അവനൊരു വിഷമം വന്നപ്പോൾ അല്ലെങ്കിൽ അവനൊരു പ്രശ്നം വന്നപ്പോൾ അവനൊന്ന് താങ്ങി പിടിക്കാൻ നിങ്ങളാരും ഉണ്ടായിരുന്നില്ലല്ലോ. അത് പറഞ്ഞ് അവൻ പല പ്രാവശ്യം വിഷമിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നിനക്കറിയോ? അതുകൊണ്ട് ഇന്ദ്രയെ എന്താന്ന് നീ കൂടുതൽ പറയണ്ട.
പിന്നെ എനിക്കെൻ്റെ അനിയൻ തന്നെ വലുത്. അവന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തതാ ഇന്ദ്രനെ നേരെയാക്കി അവൻ്റെ കൈ കൊടുക്കാമെന്ന്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. അത് തന്നെ എൻ്റെ ഒന്നാമത്തെ ആവശ്യം. പിന്നെ രണ്ടാമത്തെ ആവശ്യം, അച്ഛനെ കൊന്ന ആരാന്നറിയാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഞങ്ങൾ നടക്കുക തന്നെയാണ്. ഇങ്ങനൊരു ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇവിടെ നിന്ന് വല്ല തുമ്പും കിട്ടിയാലോന്നും പറഞ്ഞാൽ കയറിയാം. എവിടെ 1.5 മാസമായി ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ഇവിടെ കയറിയതുകൊണ്ട് 2 കാര്യം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. 1 ആദമല്ല, 2 നീയല്ല, 3 സക്രിയ ജോണല്ല. പിന്നെ എൻ്റെ ലിസ്റ്റിലുള്ളത് ഇനി 2 പേരാ. ആ 2 പേരാരാന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എനിവേ, നീയും നിൻ്റെ അച്ഛനും ചേട്ടനും തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. നിൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ട് 3 ആഴ്ചയോളം ആവാൻ പോകുന്നു. ഇതുവരെ നീ നിൻ്റെ ചേട്ടനുമായിട്ട് നല്ലതുപോലെ സംസാരിക്കുന്ന പോലും കണ്ടിട്ടില്ല. വന്നതിൻ്റെ അന്ന് നീ ഭയങ്കര സന്തോഷത്തിൽ വന്ന് പറയുന്നുണ്ട്. എന്തോ നിൻ്റെ ചേട്ടന് നിൻ്റെ അടുത്തുള്ള കാലം സ്നേഹം ഇന്ദ്രിയുടെ അടുത്താണെന്ന് എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിൻ്റെ ചേട്ടനോ നിൻ്റെ അച്ഛനോ ആണ് എൻ്റെ അച്ഛനെ കൊന്നെങ്കിൽ അഗി, പിന്നെ നീ അവരെ അങ്ങ് മറന്നേക്കണം. അവരെ കൊന്നാലും എനിക്ക് നോവാനൊന്നും പോകുന്നില്ല. ഉണ്ടാവേണ്ട സമയത്തൊന്നും എൻ്റെ കൂടെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഫീലിങ്സും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ് നിൻ്റെ അച്ഛനെ കൊന്നെങ്കിലോ? മേ ബി ആയിരിക്കാം, പക്ഷേ അധികം താമസിക്കത്തില്ല, ഞാൻ കണ്ടുപിടിക്കും. ആ പിന്നെ എന്നെക്കുറിച്ച് നിനക്കറിയാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പറയാൻ സമയമായിട്ടില്ല. പക്ഷെ എന്നാലും കുറേ നാളുകൊണ്ടേ ഇത് നീ ആയിരിക്കലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ്. അതിനി മുഖവരെ ഇല്ലാതെ ഞാൻ പറയാം. എനിക്ക് നിന്നെ ഇഷ്ടമാക്കി. എനിക്കറിയാം നീ എൻ്റെ 4-5 വയസ്സിന് മൂത്തതാണ്. പ്രണയത്തിന് പിന്നെ പ്രായമൊന്നും കുഴപ്പമില്ലല്ലോ. ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരുപാട്. കാണുമ്പോഴൊക്കെ കടിച്ച് തിന്നാനൊക്കെ തോന്നും. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതാണ്. കാരണം നിൻ്റെ കണ്ണിൽ ഞാൻ കിച്ചുമായിരുന്നല്ലോ. പക്ഷെ നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടോ. നീ പണ്ടേ അച്ചുവാണെന്നുള്ള ഡൗട്ടും കൊണ്ട് നടക്കുമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ആവശ്യമായി പോലെ പിടിച്ചിരിക്കണ്ടേ. പിന്നെ മറുപടി ഇപ്പോൾ പറയണമെന്നില്ല. നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. സമയം എടുത്ത് ആലോചിച്ചോ. സമയം ഒരുപാടുണ്ട് നമ്മുടെ മുമ്പിൽ. എന്ത് സമയം എടുക്കാൻ? എനിക്ക് സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നീ കിസ് ചെയ്തപ്പോൾ ഞാൻ മിണ്ടാൻ നിന്നത് നീ ആരാന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ നിന്നതല്ല, അഭിനയിച്ച്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ശരി എന്നാ, ഗുഡ് നൈറ്റ്. കയറി കിടന്ന് ഉറങ്ങാൻ നോക്കും. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇങ്ങോട്ട് കിസ് ചെയ്ത് ആക്രാന്തം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായായിരുന്നു. നീ ഒന്ന് പോയടാ. ഇവനെ കൊണ്ട് ഒന്നാമത് ഇവിടെ ഉള്ളവരൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കിച്ചുവോ. ഇവരെയൊക്കെ കൊണ്ട് പറയിപ്പിക്കും. എനിക്കിനി അവിഹിതം ഉണ്ടെന്നും കൂടെ പറയാവുള്ളൂ. അതോ അനിയന്റെ ഭർത്താവുമായിട്ട്. ഏത് നേരത്താ ഇന്ത കിടന്നില്ലായിരുന്നോ? അത് ഞാനങ്ങനെ കിടക്കാനാ? നീ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കില്ല അവൻ്റെ കൂടെ. അഗി, നീ വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അത്യാവശ്യം വാ. എന്താടാ, എന്തു പറ്റി? നീ പറ, എന്താ കാര്യം എന്താ പറ്റിയേ? അതല്ലേ പറയാം. നീ വാ. വരാൻ അല്ലെങ്കിൽ മനുഷ്യന് സമാധാനമല്ല. അപ്പൊ തന്നെ അറിയണവന്. വാ. എന്തോ നോക്കി അടിക്കുവാ? വരുവാ. ദൈവമേ, ഒടുക്കലത്തെ ദേഷ്യത്തിലാണല്ലോ. ഇവനെങ്ങാണ് ഇനി വല്ലതും കണ്ടു കാണും. ഇവന്റെ കണ്ണിലാണെങ്കിൽ അവൻ കിച്ചു. എന്റെ 16 അടിയന്തരത്തിന് സമയമായെന്നാണ് തോന്നണം. ഇയാൾ കിടന്നില്ലായിരുന്നോ? നല്ല ലേറ്റ് ആയല്ലോ. സോറി, കുറച്ച് പേപ്പേഴ്സ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ലേറ്റ് ആയത്. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? കോളേജിൽ വെച്ച് എന്താ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? ഇല്ല, കിടന്നില്ല. ഞാൻ ആദ്യമിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഫുഡ് കഴിച്ചായിരുന്നു. ആദ്യം കഴിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, സാറിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാ കിടന്നോ? വയ്യാത്തല്ലായിരുന്നോ? കയറി കിടക്ക്. അല്ല, എന്തിനാ വെയിറ്റ് ചെയ്തിരുന്നേ? കഴിച്ചല്ലേ. അതും എനിക്ക് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങള്. അതാണോ? സോറി, ഞാനതങ്ങ് മറന്നുപോയി. പറയാതിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഇന്ന് കുറച്ച് തിരക്കായുണ്ടാ. കോളേജിലായിരുന്നു പേപ്പേഴ്സ് കൊണ്ട് തന്നത് അഡ്വക്കേറ്റ്. ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ആ ഡ്രോയ്ക്കകത്തിരിപ്പുണ്ട്. താൻ്റെ അടുത്ത് സൈൻ ചെയ്തോ ഡിവോഴ്സിനുള്ള?
അന്ന് താൻ പറഞ്ഞില്ലായിരുന്നോ? താൻ പറഞ്ഞത് ശരിയാടോ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാതെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ തൻ്റെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ. അല്ലാതെ എൻ്റെ ഇഷ്ടം മാത്രം നോക്കി തന്നെ പിടിച്ചു നിർത്തി വെറും ഒരു സ്വാർത്ഥനാവുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നോട് ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം താൻ ഓൾറെഡി പറഞ്ഞാണല്ലോ തനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല, എസ്പെഷ്യലി എൻ്റെ കൂടെ. അപ്പോൾ താൻ എന്തായാലും ഇതറിയുമ്പോൾ ഹാപ്പി ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിവേ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അല്ലാതെ ഡിവോഴ്സ് ഡിവോഴ്സ് ഇത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയല്ലേ. എനിവേ ഞാനെന്നാലൊന്നും ഫ്രഷ് ആവട്ടെ, നല്ല തലവേദന. ആദ്യം ആദമിനെ എനിക്ക് പഴയതുപോലെ കിട്ടില്ല. എന്റെ ഭാഗത്താ തെറ്റ്, ഞാനാ തെറ്റിയത്. എല്ലാം പോയി, എന്റെ കൈവിട്ടെല്ലാം പോയി, അവനും പോയി. ഡിവോഴ്സ് വരെ പേപ്പർ വരെ സെറ്റ് ചെയ്തു, സൈനും ചെയ്തു. ഒരുപാട് വൈകിപ്പോയി അച്ചു. തോറ്റുപോയിടാ ഞാൻ. ഇതിപ്പോ കുറെ നേരം ഇന്ദ്ര നമ്മളോട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? നീ ഇത് പറ, എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ. ഓക്കെ ഫൈൻ. നോക്കി, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ടെന്ന്. ബട്ട് എനിക്കറിയാം അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഇങ്ങനെ ചോദിക്കുന്ന തെറ്റാന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും ചോദിക്കാം, നീയും അവരും തമ്മിൽ അരുതാത്ത ബന്ധമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, വേറൊന്നും കൊണ്ടല്ല. മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പോഴേ അങ്ങ് ക്ലിയർ ചെയ്താൽ അത്രയും നല്ലതല്ലേ? എനിക്കെന്തോ സമാധാനം ഇല്ലാത്തതുകൊണ്ടാ ഞാനിത് നിന്നോട് തന്നെ ചോദിക്കുന്നത്. വേണമെങ്കിൽ എനിക്കിത് അവനോട് ചോദിക്കാം. പക്ഷെ ഓൾറെഡി ഞാനും അവനും തമ്മിലൊരു അത്ര യോഗ്യത്തിലല്ല. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നിങ്ങൾ തമ്മിൽ വേണ്ടാത്ത റിലേഷൻ ഇല്ലല്ലോ? ആര് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ? യു മീൻ ഞാനും ഇപ്പൊ ഞാൻ ഇറങ്ങി വന്ന റൂമിനകത്ത് നിൽക്കുന്നവനും തമ്മിലാണോ? അത് നിനക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അറിഞ്ഞേ പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എനിക്ക് പറ്റണില്ല. പ്ലീസ് പറ. വേറെ റിലേഷനൊന്നും അല്ലല്ലോ, ബ്രദേഴ്സ് തന്നെ അല്ലേ? അവിടെ നിനക്ക് തെറ്റിയിന്തരാ. അകത്ത് നിൽക്കുന്നവനെ ബ്രദറായിട്ട് കാണാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അവനോടൊന്നുമില്ലെന്ന് പറഞ്ഞാലും അത് കള്ളായിപ്പോവും. കാരണം അങ്ങനെ എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സാക്ഷി തന്നെ വഞ്ചിക്കുന്ന പോലെ ആയിപ്പോവും. കാരണം എനിക്കവനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടം. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൂടുതൽ ആലോചിച്ച് ഈ തല പോയിക്കണ്ട. ശരിയെന്നാ, ഗുഡ് നൈറ്റ്. ഓ, അപ്പൊ എന്റെ ചിന്താഗതി ആയിരുന്നില്ല തെറ്റ്. എല്ലാം ശരിയായിരുന്നു അല്ലേ? എല്ലാം. അപ്പൊ അവനും ഇല്ലെങ്കിൽ അവ എൻ്റെ മാത്രം. ഒരുപാട് ദ്രോഹിച്ച ഞാൻ അവനെ സ്വന്തമാക്കിയത്. ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ ഈ ഇന്ദ്ര തയ്യാറല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാ ഇന്ദ്ര മരിക്കണം. അല്ലെങ്കിൽ നീയായിട്ട് തന്നെ ഇന്ദ്ര അങ്ങ് കൊല്ലണം. ഇല്ലെങ്കിൽ നിനക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും ഒരിക്കലും കിച്ചുവിന് ഇന്ദ്ര വിട്ടു തരില്ല. കാളിദാസ് എന്നും, അത് കാളിദാസിന്റെ അവസാന ശ്വാസം വരെയും ഇന്ദ്രയ്ക്കുള്ളത് മാത്രമായിരിക്കും. ഇന്ദ്രയ്ക്കുള്ളത് മാത്രം. എന്തൊരു സമാധാനം. കുറച്ചു നേരം അവിടെ കിടന്ന് തീ തിന്നടാ. ഒന്നുമില്ലെങ്കിൽ ആ പാവത്തിനിട്ട് ഒരുപാട് കരയിപ്പിച്ചല്ലേ. എന്നിട്ട് അതിന്റെ പേരിൽ എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ലല്ലോ. കുറച്ച് നീ അവിടെ കിടന്ന് തീ തിന്ന് വരവ്. എന്തൊരു സമാധാനം. ഇപ്പൊ അവനോട് മുടിക്കാൻ പ്രേമമാണ് പോലും.
എന്തൊക്കെ ചെയ്ത് കൂട്ടി. കാണിച്ചുതരാം. എടാ കിച്ചുവേ, സമയം എത്രയെന്നറിയോ? 10 മണി കഴിഞ്ഞു. നീ എന്താ കിടക്കുന്നില്ലേ? എന്തോ മാനത്തോക്കിക്കൊണ്ടിരിക്കുന്നെ? എന്താ ആരെങ്കിലും അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ? കിടക്കാൻ പോവാ ജോണച്ച. ജനിച്ചേച്ചിയും കൂടെ പോയപ്പോൾ ഒറ്റയ്ക്കായോലെ തോന്നുക. ജോണച്ച, എനിക്ക് ഇന്ദ്രയെ കാണാൻ തോന്നുക. അച്ചുവിനോട് പറഞ്ഞിട്ട് ഇന്ദ്രനെ പെട്ടെന്ന് നന്നാക്കാൻ പറയോ? അതുമാത്രമല്ല, അച്ചുവിനെ കണ്ടിട്ട് കുറേ നാളായി, ഇന്ദ്രയെ കണ്ടിട്ട് കുറേ നാളായി. പഴയ പോലെ അച്ഛൻ ഇപ്പം എന്നെ കാണാൻ വരാറില്ല. ആരും വരുന്നില്ല എന്നെ കാണാൻ. അച്ചുവിനെന്താ എന്നെ ഒന്ന് വന്ന് കണ്ടാൽ? എനിക്ക് ഇന്ദ്രയുടെ അടുത്ത് പോകണം, ഇന്ദ്രയുടെ അടുത്ത് നിൽക്കണമെന്നൊക്കെ ഉണ്ട്. ജോണച്ച അച്ചുവിനോട് പറയോ പെട്ടെന്നെല്ലാം തീർക്കാൻ? നിനക്ക് എങ്ങനെയാണ് അവനെ ഇത്രയും നിഷ്കളങ്കായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത്? ഒരുപാട് പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിന്നെപ്പോലെ ആരെക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല. ആ ഇന്ദ്ര ഭയങ്കര ഭാഗ്യവാനാടാ. അടുത്ത ജന്മം ജനിക്കുമ്പം അവനായിട്ട് ജനിക്കണം. നിന്നെപ്പോലെ ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുമല്ലോ. ജനിച്ചേച്ചി പറഞ്ഞു വിട്ടത് ഇന്ദ്രയുടെ പേരിലൊരു പ്രശ്നം വരാതിരിക്കാനല്ലേ, അല്ലാതെ അവളോട് നിൽക്കുന്നതുകൊണ്ട് ആർക്കും പ്രശ്നമുള്ളതുകൊണ്ടൊന്നുമല്ല. അവൾ എൻ്റെ ഒരു അനിയത്തിയെ പോലെയായിരുന്നു. അവളിപ്പോൾ ഒരുപാട് നന്നായി, ഒരുപാട് മാറി. അതിനൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളടാ. പക്ഷേ സാഹചര്യം നമുക്കെതിരല്ലേ. പിന്നെ അച്ചു നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നേക്കെ. നിന്റെ ഇന്ദ്രിയെ നേരെയാക്കി കൈത്തരാന്ന് അച്ചു നിനക്ക് തന്ന വാക്ക. പിന്നെ പോരാനിട്ട് നിങ്ങളുടെ പപ്പയെ കൊന്ന ആരാന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. അതിന് അച്ചു മാത്രമല്ല, നീയും ത്യാഗം അനുഭവിക്കണ്ടേ. ആ ത്യാഗം നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ദ്രിയെ കാണാതെ നിൽക്കുന്നത്. അല്ലാണ്ട് നിന്നെ ഇന്ദ്രിയനെ അങ്ങാക്കാനായിട്ട് അച്ഛന് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. അതൊക്കെ എനിക്കറിയാം ജോണച്ച. അതാ ഞാനൊന്നും പറയാത്തത്. അതെല്ലാം അങ്ങനെ തന്നെ മതി. പക്ഷെ എന്നാലും അച്ഛനോട് പെട്ടെന്ന് തീർക്കാൻ പറ. ഒരുപാട് നാളൊന്നും ഇന്ദ്രയെ പിരിഞ്ഞ് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ദ്രയായിട്ട് ഞാൻ സ്വപ്നം കണ്ടൊരു ലൈഫ് എനിക്ക് കിട്ടുന്നത്. അതൊന്ന് ആസ്വദിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. എല്ലാത്തിനും പറ്റുമായിരിക്കുമല്ലേ ജോണച്ച? അത് തടാ, നീ ജോണച്ചനോട് മാത്രമേ ചോദിക്കത്തുള്ളൂ ഇതൊക്കെ? എല്ലാത്തിനും പറ്റൂടാ. നീ കണ്ടോ, നിന്റെ ചേട്ടനുണ്ടല്ലോ അങ്കിത്, ദൈവന്റെ AK സാറ്. ഇത്രയും വലിയ വീടും ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് തന്ന അയാളാ നിന്റെ ചേട്ടൻ. എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ, നിന്റെ പ്രായം എനിക്കറിയാം. എന്നാലും എനിക്ക് നിന്റെ ചേട്ടൻ എന്നും ദൈവത്തെ പോലെയാണ്. AK എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരാന്നൊക്കെ അവൻ പറഞ്ഞു. പിന്നെ നിന്നെക്കാളും അതിൽ റോള് കൂടുതൽ അവനല്ലേ. അതുകൊണ്ട് അവൻ എനിക്കെന്നും ദൈവമാണ്. മോനെ പോലൊരു ദൈവം. അങ്ങനെയുള്ളൊരുത്തൻ്റെ അനിയനായ നിനക്ക് നല്ലത് മാത്രമേ വരൂ, നല്ലത് മാത്രം. ദുഷ്ടന്മാർക്ക് അവൻ ഭയങ്കര ദുഷ്ടന് നീചനൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളുണ്ടല്ലോ, ഒരുപാട് കണ്ണീരൊടിച്ച് ഒരുപാട് അനുഭവിച്ച പാവങ്ങൾ, അവർക്കെന്നും അവൻ ദൈവമാണ്. അതുപോലെ നീയും ഒരുപാട് സഹായിച്ചിട്ടും ഒരുപാട് ഉപകരിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും മറക്കില്ല മക്കളെ. എന്നും എൻ്റെയും എവൻ്റെയും ഈ ലോകത്ത് നിങ്ങൾ സഹായിച്ച എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നല്ലത് മാത്രമേ നിനക്കും അവനും നിൻ്റെയൊക്കെ രണ്ടിൻ്റെ ചേട്ടനും വരുള്ളൂ. സത്യം പറഞ്ഞാൽ ദേവിക മാഡം ഭയങ്കര ഭാഗ്യം ചെന്ന സ്ത്രീയാണ്. ഇത്രയും നല്ല 3 മക്കളെ കിട്ടിയതിന് അസൂയ തോന്നുന്നുണ്ട് മാഡത്തിനോട്. അതെന്നാത്തിന് അമ്മച്ചിക്ക് അസൂയ? എന്താ അമ്മച്ചി ഞാൻ പൊന്നുപോലെ നോക്കുന്നില്ലേ? നീ എന്നെ നോക്കുന്നുണ്ടടാ പൊട്ടാ. നീ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ, അവർക്ക് 3 എണ്ണമാ. സങ്കടത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും അവരുടെ ചുറ്റും 3 പേരുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവർ ഭാഗ്യവതിയാന്ന്. നിന്നെപ്പോലൊരു മോനെ കിട്ടിയതിന് ഞാനും ഭാഗ്യവതിയാ. നീ തന്നെ എനിക്ക് ധാരാളം. ഈ ഒന്നും മതി എൻ്റെ ജീവിതം ഫുൾ ഹാപ്പിയാക്കാൻ.
ഓ അപ്പൊ ഞാനോ? നീയും എന്റെ മോന, എന്റെ പൊന്നാരമായി.